അസ്സലാമു അലൈക്കും. വീട്ടിലേക്കെത്തിയതും ഷാനി നേരെ റൂമിലേക്ക് ചെന്ന് ബെഡിലേക്ക് കിടന്നിരുന്നു. ഈ ഇന്ന് ഉമ്മാൻ്റെ കൂടെ കിടന്നോട്ടോ, താത്ത ഒറ്റയ്ക്ക് അവിടെ കിടന്നോട്ടെ. ഇന്ന് അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൾ സങ്കടം കൂടുള്ളൂ. നാളെ അവളോട് സംസാരിക്കാം. കൂടെ ചെല്ലാൻ നിന്ന് ഷേമയെ തടഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞു. അവിടെ താത്താക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ ഉമ്മ. നിങ്ങളോട് താത്ത അതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഷാഫി ഉമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. ആ, കുറച്ച് എന്തൊക്കെയോ ഓള് പറഞ്ഞിരുന്നു. അതൊക്കെ മിക്ക വീട്ടിലുള്ളതല്ലേ, അതൊന്നും കാര്യമാക്കി എടുക്കാൻ പറ്റുമോ? എന്നാലും താത്ത അങ്ങനെ പരാതിയൊന്നും പറയാത്തതല്ലേ ഉമ്മ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താത്താക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാവും. കുറച്ച് മുന്നേ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. അളിയന് താത്ത പോകാണെന്ന് പറഞ്ഞിട്ടും വേണ്ട എന്നൊന്നും പറഞ്ഞില്ല, ഒന്ന് നോക്കിയതുപോലില്ല. നിങ്ങളിപ്പോൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നേരെ ഒരുപാടായി, നാളെ ക്ലാസ്സിന് പോകേണ്ടതല്ലേ. എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് അവളോട് പിന്നെ ചോദിക്കാം. ക്ഷേമയും കൂടി ഓരോന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ശാസനയോടെ അവരെ കിടക്കാൻ പറഞ്ഞയച്ചു. രാത്രി ഒരുപാട് കരഞ്ഞു വൈകി ഉറങ്ങിയത് കൊണ്ട് രാവിലെ നേരം വൈകിയാണ് ഷാനി എഴുന്നേറ്റത്. അപ്പോഴും ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. തലേന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു. സമതിൻ്റെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ ഒരു നോവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അവൻ തന്നെ തടയാൻ ശ്രമിച്ചില്ലല്ലോ എന്നത് അവൾക്ക് സഹിക്കാനാവുന്നില്ലായിരുന്നു. കുറച്ചു സമയം ഓരോ ചിന്തകളുമായി ബെഡിൽ എണീറ്റ് അങ്ങനെ ഇരുന്നവൾ ഹാളിൽ നിന്നും ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ സ്വബോധത്തിലേക്ക് വന്നു. പിന്നെ എഴുന്നേറ്റുകൊണ്ട് ബാത്റൂമിൽ കയറി ബ്രഷ് ചെയ്ത് മുഖം നന്നായി കഴുകി തുടച്ചു. ഇന്നലെ ഒരുപാട് കരഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ ലക്ഷണമായി കൺതടമൊക്കെ വീർത്ത് മുഖമൊക്കെ ചുവന്നിട്ട് തന്നെയായിരുന്നു. അവൾ പതിയെ ഹാളിലേക്ക് നടന്നു. രാവിലത്തെ സ്കൂൾ തിരക്ക് കാണാത്തത് കൊണ്ട് ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ ഷാഫിയും ഷേമയും ക്ലാസ്സിന് പോയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവൾക്ക് അവളുടെ കാര്യം ഓർമ്മ വന്നു. രാവിലെ കോളേജിലേക്ക് പോകാനുള്ള തിരക്ക്, ഹിമയോടൊപ്പം ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തവും, വൈകിട്ട് കോളേജ് വിട്ടു വന്നാൽ ഷാഫിയോടും ഷേമാനോടും ഒപ്പമുള്ള ചെറിയ വഴക്കുകളും എല്ലാം അവൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്ത് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന് അവൾക്ക് എല്ലാവരോടും ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ആ, എൻ്റെ മോൾ എണീറ്റോ? കുറച്ച് സമയം ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഇപ്പോൾ വിളിച്ചു വെച്ചേ ഉള്ളൂ. അന്നെ ചോദിച്ചു, എണീറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ. അടുക്കളയിലേക്ക് വന്ന് ഷാനിയെ കണ്ടതും ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഉമ്മ സംസാരിച്ചു. സാവകാശം പോലെ അവളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചവൾ അപ്പോൾ ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല. ദാ ചായ അവിടെ വെച്ചേക്കണ്, എടുത്ത് കുടിച്ചോ. സ്ലാബിലായി മൂടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവരുടെ പണികളിലേക്ക് തിരിഞ്ഞു. ഉപ്പ എന്താ പറഞ്ഞുമ്മ? വിവരങ്ങളെല്ലാം ഷംസു ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഷാനിക്കറിയാമായിരുന്നു. അതറിഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്നറിയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അപ്പോഴും തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നവൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ എന്ത് പറയാനാ മോളെ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക, വൈകിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊട്ടും പറ്റാത്തതുണ്ടോ ഉമ്മ? ഞാൻ കണ്ണുകൾ നിറച്ച് ചുണ്ടുകൾ വിതമ്പിക്കൊണ്ട് പറയുന്നവളെ കാണി ഉമ്മയുടെ ഹൃദയം പിടഞ്ഞുപോയി. എൻ്റെ മോള് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. തൽക്കാലേ ആരും ഈ പ്രശ്നങ്ങളൊന്നും അറിയണ്ടെന്ന് ഉപ്പ പറഞ്ഞത്. ആരെങ്കിലും ചോദിക്കാൻ വന്നാലേ 2 ദിവസം നിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാം ഒന്ന് തണുക്കട്ടെ. അവളെ കൂടുതൽ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി താൽക്കാലിക ആശ്വാസത്തിനായി അവർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അധികം വൈകാതെ സമത് ഷാനിയെ വിളിക്കാൻ വരുമെന്നും അപ്പോൾ ഷാനിയെ പറഞ്ഞ് മനസ്സിലാക്കി അവനോടൊപ്പം വിടാമെന്നും അവർ മനസ്സിൽ കണക്ക് കൂട്ടി. എന്നാൽ തൻ്റെ മകൾ അവിടെ അനുഭവിച്ചിരുന്ന നരക ജീവിതത്തെപ്പറ്റി ആ ഉമ്മ കൂടുതൽ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവളെ വീണ്ടും ആ ദുരിതത്തിലേക്ക് തിരിച്ചയക്കാൻ അവർ തിരക്ക് കൂട്ടുന്നത്. അന്നത്തെ ദിവസം മുഴുവനും ഷാനിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മ ഒപ്പം കൂട്ടിയിരുന്നു. അവളുടെ മാനസികാവസ്ഥ ശരിയാകാൻ വേണ്ടി അവർ പല വിഷയങ്ങളും സംസാരിച്ചു. വൈകിട്ട് ഷാഫിയും ഷെമ്മയും വന്നപ്പോൾ ഷാനിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചിരുന്നു. ഷംസി വിളിച്ചപ്പോൾ ഷാനി ഉപ്പയുമായി സംസാരിച്ചു. വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കുകയല്ലാതെ അദ്ദേഹം അവളോട് കൂടുതലായൊന്നും ചോദിച്ചില്ല.
അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി തന്നെയായിരുന്നു. ആ ഷാനിത്താത്ത, അളിയനെങ്ങാനും വിളിച്ചോ? രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ഷാഫി ചോദിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ തന്നെ അവളുടെ മുഖം മങ്ങി. വാടിയ മുഖത്തോടെ തന്നെ അവൾ ഇല്ലെന്ന് തലയനക്കി. അല്ല, ശരിക്കും എന്താ അവിടെ പ്രശ്നം? സ്വർണത്തിൻ്റെ കാര്യം മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഷാഫി വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയും ഷേമയും അവർ പറയുന്നത് കേൾക്കാനെന്നോണം ശ്രദ്ധ അങ്ങോട്ടാക്കി. അല്പസമയം ഒന്നും മിണ്ടിയില്ലെങ്കിലും പിന്നെ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ടവൾ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങി. അഹമ്മദിൻ്റെ ഉമ്മ സെക്കീനയുടെ ദയയില്ലാത്ത സ്വഭാവവും നടുവിടയും വരെ പണിയെടുപ്പിച്ചിട്ടും വിശപ്പകറ്റാനുള്ള ഭക്ഷണം പോലും കിട്ടാതിരുന്ന ദിവസങ്ങളെപ്പറ്റി അങ്ങനെ അവളുടെ അവിടുത്തെ ജീവിതം വാക്കുകളിലൂടെ അവരോട് വിവരിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു. അതിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അനുഭവിക്കുന്ന ശാരീരിക പീഡനം അവൾ മറച്ചുവെച്ചു. താൻ അവൻ്റെ കാര്യങ്ങളെല്ലാം മുടക്കില്ലാതെ ചെയ്തു കൊടുക്കുന്ന സെർവൻറ്റും കാമം തീർക്കാൻ മാത്രം ഉള്ളൊരു പെൺശരീരവും മാത്രമാണെന്നുള്ളത് പുറത്തു പറയാൻ പറ്റിയൊരു കാര്യമല്ല, പ്രത്യേകിച്ച് തൻ്റെ താഴെയുള്ള കൂടപ്പിറപ്പുകളോട്. അല്ല താത്ത, അളിയൻ്റെ ഉമ്മ എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അളിയനൊന്നും മിണ്ടൂലേ? ക്ഷേമയായിരുന്നു അത് ചോദിച്ചത്. അവൾക്ക് സെക്കീനാക്കിട്ട് രണ്ട് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അളിയന് ഉമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ, അതേ അനുസരിക്കൂ, വേറെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാറില്ല. അത് പറയുമ്പോൾ അവളുടെ ഉള്ളം നീറുകയായിരുന്നു. എല്ലാം സഹിച്ചു നിൽക്കുക, ഭർത്താവിൻ്റെ ഒരു ചേർത്ത് പിടിക്കലുണ്ടെങ്കിൽ. പക്ഷേ അതിനുള്ളൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയില്ല. എന്തൊരു നല്ല പെരുമാറ്റ സ്വഭാവമൊക്കെ ആയിരുന്നു ആ ഉമ്മാൻ്റെയും മക്കളുടെയൊക്കെ. ഇങ്ങനെ ഒരു മുഖം അവർക്കുണ്ടെന്ന് ആരും വിശ്വസിക്കൂല. ഛേ, അളിയനും ഇങ്ങനെ ഏതാണ് കഷ്ടം. ഷെയ്മ പറഞ്ഞു. മറ്റുള്ളവർക്ക് മുന്നിലേ ഇവർ പെർഫെക്റ്റാണ്, പക്ഷേ അതിനുള്ളിൽ കിടന്ന് അനുഭവിച്ച എനിക്ക് മാത്രമേ അവരെ ശരിക്കുള്ള സ്വഭാവം അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ആരും വിശ്വസിക്കൂല. ആ ജീവിതത്തിൻ്റെ ഓർമ്മയിലൂടെ ദയനീയമായവൾ പറഞ്ഞു. നമുക്ക് മനുഷ്യന്മാരുടെ ഉള്ളൊന്നും ചൂഴ്ന്ന് നോക്കാനാവില്ല. ചിലരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ പോരെടുക്കുന്നവരൊക്കെ എത്ര കുറവാ. പണ്ടത്തെ കാലത്തൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് കെട്ടിച്ച വീട്ടിൽ പെണ്ണുങ്ങൾ ജീവിച്ചതെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ? ഓ, എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ. കൂടുതൽ അനുഭവിച്ചത് വലിയ മൂത്തമ്മാണ്. ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നവരല്ലേ. അന്നൊക്കെയാണെങ്കിൽ ഇവിടെ പശു ആടും ഒക്കെ ആയി നടു നിർത്താൻ പോലും സമയം കിട്ടാത്തത്ര ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യും വേണം. ഇവിടുത്തെ ഉമ്മാൻ്റെ പോരും സഹിക്കണം. അന്ന് മൂത്താപ്പയും ഉമ്മാൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഉമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. പാവം മൂത്തമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ജീവിതമൊക്കെ എത്ര സുഖമാണ്. എന്നാൽ എനിക്കത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാനൊക്കെ വരുമ്പോഴേക്കും ഇവിടുത്തെ ഉമ്മാൻ്റെ സ്വഭാവത്തിലൊക്കെ കുറേ മാറ്റം ഉണ്ടായിരുന്നു. പിന്നീട് വയസ്സാകും തോറും ആളൊരു പാവമായി, എല്ലാവരോടും സ്നേഹമായി. അതുപോലെയാണിപ്പോൾ അവിടുത്തെ കാര്യം. സമതിൻ്റെ ഉമ്മാക്ക് പണ്ടത്തെ ആളുകളെ പോലുള്ള സ്വഭാവമാണ്. ആകെയുള്ളൊരു മോനല്ലേ. ഭാര്യ വന്നാലേ ഉമ്മാനോട് സ്നേഹം കുറയുമോ കൈവിട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയമാകും ചിലപ്പോൾ ഓരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാലേ ഒരു ശരിയാവും, നല്ല സ്നേഹത്തിലാവും. ഉമ്മ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് ഷാനിയെ നോക്കി. അല്ല, അപ്പോൾ താത്താനോട് പറയാതെ സ്വർണം വിറ്റതൊക്കെ നല്ല കാര്യമാണെന്നാണോ ഉമ്മ പറയണത്? അത് ശരിയാണെന്നും ഞാൻ പറഞ്ഞില്ല ഷാഫി. പക്ഷെ അതിനുള്ള കാരണം അവർ പറഞ്ഞില്ലേ. പിന്നെ അതെടുത്ത് തരാമെന്നും പറഞ്ഞല്ലോ. ഉമ്മ അവരെ ന്യായീകരിക്കുകയാണോ? അവരെ തന്നില്ലെങ്കിലോ? ഇനിയും പൈസ ചോദിച്ചാലോ? അത് നിങ്ങൾ കൊടുക്കോ? ഷാനിക്ക് ഉമ്മ അവരെ ന്യായീകരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അവരെന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കണ്ടേ? മക്കൾക്ക് വേണ്ടിയല്ലേ എല്ലാവരും കഷ്ടപ്പെടുന്നതൊക്കെ. അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തമല്ലേ ഷാനി? ഈ ഉമ്മാനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താത്ത. ഇവരൊക്കെ പണ്ടത്തെ ആളുകളെ ചിന്താഗതിയായിട്ട് നടക്കുകയാണ്. എനിക്ക് അവർ എന്നോട് പോരടിക്കുമ്പോൾ തിരിച്ച് 4 വർത്താനം പറയാനില്ലേ? ഞാനൊക്കെ ആകണം എൻ്റെ സ്ഥാനത്തെ. ആ തള്ളനെ 2 അടിയും കൊടുത്ത് മൂലയിലേക്കിടും. പിന്നെ കെട്ടിയോനെ വരച്ച വരയിൽ നിർത്തുമായിരുന്നു. ഒന്ന് മിണ്ടാതിരിക്കടേ അസത്തെ. ഇങ്ങനെയാണോ അവളോട് പറഞ്ഞു കൊടുക്കുക? ഇജെങ്ങാനും അങ്ങനെ ഓരോന്ന് ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലേ അതിൻ്റെ കാലിൽ ഞാൻ തല്ലി കൊടുക്കും. ഷെയ്മ പറഞ്ഞത് കേട്ടപ്പോൾ ഉമ്മ അവളുടെ കാലിൽ നോവും വിധം തല്ലിക്കൊണ്ട് പറഞ്ഞു. ഷാഫി അത് കണ്ട് ചിരി തുടങ്ങി. ഷാനിക്ക് പ്രത്യേകിച്ചൊരു വികാരവുമില്ലായിരുന്നു.
അവളുടെ മനസ്സ് പല വഴിക്കുമുള്ള ചിന്തകളിലായിരുന്നു. ഷെയ്മ പറഞ്ഞതുപോലെ എതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം തനിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ എളുപ്പമാവില്ല ഒന്നും. ഞാനതിന് പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾ അടുത്തേക്കൊന്നും വരൂലമ്മ. പോരെ, ഞാൻ പഠിച്ചു വലിയ ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കും, ആരെയും ആശ്രയിക്കാണ്ട്. ഷെയ്മ കാലിൽ കിട്ടിയ അടിയുടെ വേദനയിൽ അവിടം ഒഴിയുന്നതിനോടൊപ്പം ഉമ്മയോട് കണ്ണുചുറ്റി കാണിച്ചുകൊണ്ട് പറഞ്ഞു, അന്നൊക്കെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ ആ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചാൽ എനിക്ക് പേടി. എന്നെ സ്നേഹിച്ചാൽ ഞാൻ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ നെക്കിക്കൊല്ലും, അത്രയേ ഉള്ളൂ. ഉമ്മ പറഞ്ഞതിനുള്ള മറുപടിയും കൊടുത്തുകൊണ്ട് ഷെയ്മ അവിടെ നിന്നും എണീറ്റ് പോയപ്പോൾ ഉമ്മയുടെ കണ്ണു തള്ളിയിരുന്നു. അമ്മ, എന്തായാലും ആ വീട്ടുകാർക്ക് മരണം ഉറപ്പാ, ഇവളെങ്ങനെയായാലും കൊല്ലൂല്ലേ? ഷെയ്മ പറഞ്ഞു പോയതിനെ കളിയാക്കിക്കൊണ്ട് ഷാഫി ചിരിയോടെ തന്നെ പറഞ്ഞു. മതി ചിരിച്ചത്, പോയി കിടന്നിറങ്ങാൻ നോക്ക് ചെക്ക, നാളെ ക്ലാസ് ഉള്ളതാ. ഷാനി, പോയി കിടന്നോ. ഷെയ്മ, എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ കിടക്കാം. ഇനി ഓളോടൊപ്പം കിടന്ന് ഈ ഓളെ കൂടെ ചീത്തയാക്കും. ഷാഫിയോടും ഷാനിയോടും കിടക്കാൻ പറഞ്ഞുകൊണ്ട് ഷാനിയുടെ റൂമിൽ പോയി കിടന്ന ഷെയ്മയോടെയായി ഉമ്മ വിളിച്ചു പറഞ്ഞു. ഉമ്മ, ഷെയ്മെന്ന് ഇവിടെ കിടന്നോട്ടെ. ഉമ്മാൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ കിടന്ന ഷെയ്മാനെ വീണ്ടും നിർബന്ധിക്കാൻ നിന്ന ഉമ്മായെ തടഞ്ഞുകൊണ്ട് ഷാനി പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും മിണ്ടാതെ കിടക്കാനേ പോയി. താത്ത, ഇതിനി വേണ്ടാത്തൊന്നും ആലോചിച്ചാൽ നിൽക്കണ്ട, സമാധാനത്തിൽ കിടന്നുറങ്ങിക്കോ. പിന്നെ ഞാൻ രാവിലെ അലാറം അടിച്ചാലേ അത് ഓഫാക്കി പിന്നെയും കിടന്നുറങ്ങൂട്ടാ. അപ്പോൾ താത്തന്നെ വിളിക്കണേ. മൂകമായ മനസ്സോടെ ഷെയ്മക്ക് അരികിൽ വന്ന് കിടന്ന ഷാനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷെയ്മ അവസാനം പറഞ്ഞത് കേട്ടപ്പോൾ ഷാനി ഒന്ന് ചിരിച്ചു പോയിരുന്നു. അവൾ പറഞ്ഞതുപോലെ തൽക്കാലം എല്ലാം മറക്കാം, വേദനകൾ നിറഞ്ഞ ഓർമ്മകൾ മറന്നുകൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാം. എത്ര കാലമെന്ന് അറിയില്ലെങ്കിലും ആവുന്നത്രയും ജീവിക്കാം. മനഃപൂർവ്വം ഓർമ്മകളെ മറവിക്ക് വിട്ടു നൽകിക്കൊണ്ടവൾ കിടന്നുറങ്ങി. ഷാനി സമദിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് 10 ദിവസം പിന്നിട്ടു. ഈ ദിവസങ്ങളിലൊക്കെ അവൾ മനഃപൂർവ്വം അവരെ പറ്റിയൊന്നും ചിന്തിക്കാതെ സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇത്രയും ദിവസത്തിനിടയിൽ അവൻ ഒരു തവണ പോലും വിളിച്ചില്ലല്ലോ എന്നതവളിൽ നോവ് തീർക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഇട്ടറിഞ്ഞു പോന്നതാണെങ്കിലും ഇപ്പോഴും സമദിനെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഷാനി. 1 വർഷം കൂടെ ജീവിച്ചതല്ലേ, പിന്നെ തന്നെ വേണ്ടാത്തവനെക്കുറിച്ച് താൻ എന്തിനു ചിന്തിക്കണമെന്നവൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എങ്കിലും അവളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി എന്ത്? അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമോ? ഇവിടെ തന്നെ നിന്ന് പഴയ പോലെ പഠിക്കാനൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ദിവസവും ഉമ്മ സമതി വിളിച്ചോ സെക്കീനെ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചു വരുമായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഷാനിക്ക് ഉള്ളിലൊരു ഭയമാണ്. എങ്ങാനും അവർ വിളിച്ച് വരാൻ പറയുകയോ അല്ലെങ്കിൽ വിളിക്കാൻ ഇങ്ങോട്ട് വരികയോ ചെയ്താൽ ഇവർ പറഞ്ഞേക്കോ? അവിടേക്ക് ഇനിയും തിരിച്ചു പോകേണ്ട കാര്യത്തെപ്പറ്റി അവൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. സെക്കീനയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ അവളിൽ ഭയം നിറയും. എന്തു വന്നാലും തിരിച്ചങ്ങോട്ട് പോകില്ലെന്ന് പറയണം. ഉപ്പാനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയവൾ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും പതിവ് പോലെ എന്ന് വന്നത്, എന്ന് തിരിച്ചു പോകുക എന്നൊരു ചോദ്യമായി വന്നു. എല്ലാവരോടും കുറച്ച് ദിവസം നിൽക്കാനാണെന്ന് മാത്രം മറുപടി പറയും. അതിൻ്റെ ഇപ്പം വിശേഷമായോ, അതുകൊണ്ടാണോ ഇത്രയും ദിവസം നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെയും. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ സംസാരം കേട്ടാൽ എൻ്റെ വീട്ടുകാർക്കില്ലാത്ത ടെൻഷൻ മൊത്തം ഓർക്കാണെന്ന് തോന്നും. അതൊക്കെ കേൾക്കുമ്പോൾ ഷാനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുമെങ്കിലും പിന്നീട് അവൾ അതൊന്നും കാര്യമാക്കാതെയായി. വീട്ടിൽ വന്ന പിറ്റേന്ന് മുതൽ ഷാനി ഹിമയെ കാണണമെന്ന് തോന്നിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഹിമ PG ചെയ്യാൻ വേണ്ടി ആലുവയിലൊരു കോളേജിലാണ്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. മാസത്തിൽ 2 ദിവസത്തെ ലീവിനാണ് അവൾ വരികയുള്ളൂ. ഷാനി വീട്ടിൽ വന്ന കാര്യം കുറച്ച് ദിവസം ഉണ്ടാകുമെന്നും അവൾ ലീവിന് വരുമ്പോൾ കാണാമെന്നൊക്കെ അവളോട് പറഞ്ഞപ്പോൾ തന്നെ, അല്ല നിൻ്റെ കെട്ടിയവന് എന്താ പറ്റി? ഇത്ര ദിവസത്തിനൊന്നും നിന്നെ വിടാത്ത ആളാണല്ലോ എന്ന് ഹിമ ചോദിച്ചു. എല്ലാം വന്നിട്ട് വിശദമായി പറയാമെന്ന് മാത്രം അവൾ പറഞ്ഞു. ഉമ്മ, ഞാൻ ഫാഷൻ ഡിസൈൻ കോഴ്സ് പഠിക്കാനുള്ള അഡ്മിഷൻ എടുക്കട്ടെ. വൈകിട്ട് ചായക്കുള്ള പലഹാരം ഉണ്ടാക്കുമ്പോഴാണ് ഉമ്മയോട് വന്നുകൊണ്ട് ഷാനി ചോദിക്കുന്നത്. അനക്കെന്താ ഷാനി, ഇനിയിപ്പോൾ പഠിക്കാൻ പോകാൻ നിൽക്കായേ? അല്ലെങ്കിൽ ആളുകളൊക്കെ എന്താ ഈ പതിവില്ലാതെ ഇത്ര ദിവസം നിൽക്കുന്ന എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിരിക്കണേ. ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത് കൂടി കണ്ടാൽ അത് മതി എല്ലാവരുടെയും സംശയം കൂടാനും പലതും പറയാനും.
എന്തമ്മ നിങ്ങൾ ഇപ്പോൾ ആൾക്കാർ അതും പറയും ഇതും പറയും എന്ന് പറഞ്ഞ് പേടിക്കണത്? ഈ പറയുന്നവരൊക്കെ ചിലവിന് തന്നിട്ടാണോ നമ്മൾ ജീവിക്കണത്? പറയുന്നവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. മറ്റുള്ളവരുടെ അവസ്ഥ ഒന്നും അറിയണ്ടല്ലോ. പോയി പണി നോക്കാൻ പറയണം എല്ലാത്തിനോടും. ഷാനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദേ ഞാനൊന്നങ്ങ് തെന്നാലുണ്ടല്ലോ, ആളുകളെന്നും പറഞ്ഞോട്ടെ എന്ന് വെച്ച് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനൊന്നും പറ്റൂല. ചില കാര്യങ്ങളെ പേടിക്കേണ്ടടുത്ത് പേടിക്കണം. എന്നാൽ ഇനി ആരെങ്കിലും ഞാൻ വന്നതിനെ പറ്റി ചോദിച്ചാലേ കെട്ടിൻ്റെയും ഉമ്മാൻ്റെയും ശല്യം സഹിക്കാതെ ഒഴിവാക്കി വന്നതാന്ന് പറഞ്ഞേക്കുങ്ങൾ. എന്തൊക്കെ തോന്നിവാസങ്ങൾ ഈ പെണ്ണ് പറയണ റബ്ബേ. വേണ്ടാത്ത ഓരോന്നും പറയാൻ നിൽക്കാതെ ഈ പോയ ഷാനി. പൊട്ടിച്ചെറിയാൻ നല്ല എളുപ്പമാണ്, പിന്നെ കൂട്ടിച്ചേർക്കാനാ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളെന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ വിടാൻ പോവാണോ ഉമ്മ? ഉമ്മയുടെ സംസാരത്തിൻ്റെ പോക്ക് കണ്ടതും ഷാനി വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി തൽക്കാലമൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ ആ പാത്രത്തിൽ ചായക്കുള്ള വെള്ളം കൊണ്ടുകൊടുത്താ? ഹാജു വേഗം വിഷയം മാറ്റാനായി പറഞ്ഞു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, പഠിക്കാൻ പോകണമെന്നൊക്കെ ഞാൻ എത്ര വട്ടമ്മ കാല് പിടിക്കണം പോലെ പറഞ്ഞതാ. അന്ന് ആരും കേട്ടില്ല. ഇപ്പോൾ പറഞ്ഞു ബാക്കി കെട്ട് കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുമെന്നൊക്കെ. എന്നിട്ടിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ, സന്തോഷമായില്ലേ? അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഷാനി കരഞ്ഞുപോയി. ഉമ്മ വീണ്ടും എന്തോ പറയാൻ വന്നതും അത് കേൾക്കാൻ താല്പര്യമില്ലാതെ അവൾ റൂമിലേക്ക് നടന്നു. പിന്നിൽ നിന്നവൾ വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല. ബെഡിലേക്ക് കിടന്നുകൊണ്ടവൾ തലയിണയിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. ഉമ്മ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. എന്തു ചെയ്യുമെന്നറിയാതെ അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു കൊണ്ടവർ ഫോണെടുത്ത് ഉപ്പ ഷംസുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പിറ്റേന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. വൈകിട്ട് ഷാനിയും ഷെമയും കൂടി ഷെമയുടെ കോളേജിലെ ആർട്സ് ഡേക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഷാനിയുടെ കണ്ണുകൾ ആരോ വന്ന് മൂടിയത്. ഷാനി ആ കൈകളിൽ പിടുത്തമിട്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. മോളെ ജെസ്സി, നിന്റെ കുട്ടികൾ ഇതുവരെ മാറ്റാനായില്ലേ? ഷാനി ഒരു ചിരിയോടെ ചോദിച്ചപ്പോൾ ജെസ്സി കൈകൾ മാറ്റിക്കൊണ്ട് അവൾക്ക് മുന്നിലേക്ക് നിന്നു. ആ, ഞാനേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കിയതാ, ജെസ്സി ചമ്മിയ ചിരിയോടെ പറഞ്ഞു. ഈ നാട്ടിലേക്ക് ഉണ്ടായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു എൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് നാട് കടത്തിയിരുന്നു. അല്ല, അന്നീ വൈക്കൊന്നും ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ. കിടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല മോളെ. പിന്നെ ഈ വന്നെന്നറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാ. പക്ഷെ പണ്ടാരടങ്ങാനായിട്ട് ഒരു അസൈൻമെൻറ്റ് തന്നേൽപ്പിച്ചിട്ടുണ്ട്. 8ൻ്റെ പണി എന്നൊക്കെ പറയും പോലെ. ലാസ്റ്റ് സെം എക്സാം അടുക്കാറായില്ലേ, അതിന് മുന്നേ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിൻ്റെ വക ശല്യം സഹിക്കാൻ വയ്യ മോളെ. അതിൻ്റെ മേൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി. അതിനിടയിൽ പഠിക്കാനുള്ളത് വേറെയും. ഇനി കുറച്ച് വർക്ക് കൂടി ഉണ്ട്. വെനസ്ഡേ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരുവിധം തീരാനായി. എൻ്റെ തലയൊക്കെ ആകെ ചൂട് പിടിച്ചടി. ഒക്കെ നിർത്തി വല്ല പണിക്കും പോയാലോ എന്ന് തോന്നും. പിന്നെ പഠിപ്പില്ലാത്തവരെ ജോലിക്കെടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമ്മച്ചി. അവസാന വാചകം ഒരു നാടകം പോലെ പറഞ്ഞതും അത് കേട്ട ഷാനിയും ഷെയ്മയും ചിരിച്ചുപോയി. എൻ്റെ ഭാഗ്യം, നേരത്തെ കെട്ടിപ്പോയത് കൊണ്ട് എനിക്ക് അത്രയും പഠിക്കാതെ രക്ഷപ്പെട്ടല്ലോ, ഷാനിയോടായി ജെസ്സി പറഞ്ഞപ്പോൾ ഷാനിയുടെ ചിരി സ്വിച്ചിട്ട് പോലെ നിന്നു. അതൊക്കെ എൻ്റെ തോന്നലാ മോളെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഇതൊക്കെ. കല്യാണം കഴിഞ്ഞു പോയാലേ രക്ഷപ്പെട്ടെന്നൊക്കെ ഇപ്പോൾ വിചാരിക്കും. പക്ഷെ കഴിഞ്ഞാലേ അതിൻ്റെ ശരിക്കുള്ള വിവരം അറിയൂ. നമ്മൾ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയാൽ ആരെയും പേടിക്കാതെ ജീവിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് ആരുടെ മുന്നിലും കൈയും നീട്ടണ്ട. അല്ലെങ്കിൽ ജീവിതം ഒരു അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരും ജെസ്സി. ഓരോ ഓർമ്മകളിൽ ഷാനി അത് പറയുമ്പോൾ അവളുടെ സൗണ്ട് ഇടറിയിരുന്നു. ആഹാ, കുട്ടി ഭയങ്കര ഫിലോസഫിയാണല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ കെട്ടുവൻ്റെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി പോന്നൊക്കെ കേട്ടല്ലോ. വീട്ടിൽ ഉപ്പയും മൂത്താപ്പയും സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു കേട്ടതാ. എന്താ പ്രശ്നം? എൻ്റെ താത്ത വഴക്കുണ്ടാക്കിയതെന്നല്ല, ആ അളിയൻ്റെ ഉമ്മ ഭയങ്കര സാധന. അവരെ ശല്യം കൊണ്ട് ഇവളിങ്ങോട്ട് പോന്നതാ. ഇജ് വേണ്ടാത്തൊന്നും പറയണ്ട കുരുപ്പേ. ജെസ്സിയുടെ വർത്തമാനം കേട്ടപ്പോൾ ഷാനിയിലൊരു നെട്ടലായിരുന്നു. ഞാൻ വഴക്കുണ്ടാക്കി പോന്നു എന്ന രീതിക്ക് കാര്യങ്ങൾ എത്തിയതെന്നറിഞ്ഞപ്പോൾ അവൾക്കാകെ സങ്കടമായി. ഷാനിയുടെ മുഖത്തെ മാറ്റം കണ്ടപ്പോൾ ക്ഷേമയാണ് ജെസ്സിക്കുള്ള മറുപടി കൊടുത്തത്. ആഹാ, എന്തായാലും പ്രശ്നം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭ കൂടാനേ എൻ്റെ ഉപ്പയും ഉമ്മയും മൂത്താപ്പയും മൂത്തമ്മയൊക്കെ ഇപ്പം ഇങ്ങോട്ടെത്തും. ഞാൻ കുറച്ച് നേരത്തെ എന്നെ കാണാനെന്ന് പറഞ്ഞു മുങ്ങിയതാ. ജെസ്സി പറഞ്ഞത് കേട്ട ഞെട്ടൽ മാറുമ്പോഴേക്കും ഹാളിൽ നിന്നും ഖാലിദ് മൂത്താപ്പയുടെ ഷാനി എന്ന വിളി വന്നിരുന്നു.
ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.